ഫോണിലെ ഡിറ്റക്റ്റീവ് ആണ് അവൻ. നമുക്ക് കുറെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഫുൾ ടൈം ഫോൺ അല്ല, പുള്ളി വിചാരിക്കുന്ന കണക്ക് പുള്ളിയെ പോലല്ല ബിസി. മൾട്ടി ടാലന്റ് ആയിട്ട് ഒരാളാ, എന്തൊക്കെ ചെയ്യും. ഇനിയിപ്പോ വേണമെങ്കിൽ റീല് ചെയ്യും. ഇല്ല, ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് പടം നിർത്തോ, ഇനി റീലിലോട്ട് വരും. കാരണം ഇവന്മാരൊക്കെ ഇതിലോട്ട് വന്നല്ലേ, ഇനി ഞാൻ തിരിച്ച് റീലിലോട്ട് ഇത് എന്തായാലും ഫീൽഡോട്ട് ആവില്ല. അപ്പൊ പിന്നെ പുള്ളിയായിട്ടൊക്കെ ഇറങ്ങി കൊടുക്കാന്ന് വെച്ച്. പിന്നെ സത്യം പറഞ്ഞ സാമ്പത്തികം നോക്കുമ്പോ സിനിമേനേക്കാളും പൈസ ഇതിനകത്ത് റീലിന് അല്ലേ. ആ പക്ഷെ റീലിലൊന്നും കിട്ടുന്നില്ല. സ്വന്തം കാറിൽ വരും, സ്വന്തം കാറിൽ സ്വന്തം ചെലവിലാണ്. നമ്മളൊക്കെ പ്രൊഡക്ഷൻ വണ്ടിയിൽ വരുമ്പോ അവന്മാർ സ്വന്തം കാറിലാണ് വരുക. ലേറ്റ് ആയിട്ടേ വരൂ. എല്ലാരും അടുത്ത പടം കാസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വൈകിയേ വരും. അതെന്താണ് വൈകിയത്? നമ്മളടുത്ത് 10 മണി പറയും, ഡാൻചേട്ട 11 വരും. മണിക്കൂർ അവിടെ ഇരുന്ന് പോസ്റ്റ്. ഫസ്റ്റ് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പരിപാടി മനസ്സിലായി. ഇപ്പൊ 9 മണി എന്ന് പറഞ്ഞാൽ ഇവന്മാര് 10 മണിക്ക്, 9 മണി ഞാൻ 10 മണിക്കേ വരുള്ളൂ. കാരണം എനിക്കറിയാം കുറച്ച് ചിലപ്പോൾ ലേറ്റ് ആവുന്ന ഇവ അപ്പോഴും 11 മണിക്ക് വരും. ഇവനോട് പറയാം, ഇതിനാണ് നേരത്തെ വന്നത്, 11 മണിയാകുമ്പോൾ തുടങ്ങുള്ളൂ. ഇത്ര പെട്ടെന്ന് എല്ലാം പഠിച്ചെടുത്തില്ലേ. ഇവിടെ നേരത്തെ വരും. നമ്മള് പ്രൊഡക്ഷൻ വണ്ടി സ്വന്തം വണ്ടിയിലല്ല പറഞ്ഞത്. എന്ത് എന്നുവെച്ചാ ഡിറ്റക്റ്റീവ് അന്വേഷിച്ച് ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. കുറെ പേരെയൊക്കെ അന്വേഷിച്ച് പോവാറുണ്ട്. എന്നാലും ഏതൊക്കെ പടം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പുള്ളി ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുക. ഇത്രയും പടങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഈ ക്യാരക്ടർ മാറിപ്പോവാ, എല്ലാം ഒന്നല്ലേ. കുറി മാറ്റുന്നു. അല്ല, പക്ഷെ എനിക്ക് ഇപ്പൊ അടുത്ത് പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇടക്കെന്ന് വെച്ചാൽ 2 ആഴ്ച വീട്ടിലിരുന്നായിരുന്നു. ഇരുന്നല്ല, ഒരു ബ്രേക്ക് എടുത്തപ്പോ എനിക്ക് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിരുന്നതായി. അപ്പോൾ കുറച്ച് എവിടെ നിന്നൊക്കെ കുറച്ച് പേയ്മെന്റ് ഒക്കെ കിട്ടാനുണ്ട്. അപ്പൊ ഞാൻ ഒരുത്തിനെ വിളിച്ചിട്ട്, ഇത് ഏതാണ് പടത്തിന്റെ കിട്ടാനുള്ള വെച്ചിട്ട് ഒരുത്തിനെ വിളിച്ചപ്പോ ഇങ്ങനെ ഫുൾ മൈൻഡിൽ ഇങ്ങനെ അന്വേഷിച്ച് ഇതേതൊക്കെയാണ് കിട്ടാൻ. ഒരുത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ എന്താണ് പരിപാടി, പടം ഡബ് ചെയ്യണ്ടേ, ബാക്കി പൈസയൊക്കെ സെറ്റിൽ ചെയ്യണം. ചേട്ടാ ഡബും ചെയ്ത് ചേട്ടൻ പൈസ സെറ്റിൽ ചെയ്തിട്ട് പോയല്ലോ. സോറി ആള് പറയും. അങ്ങനെ ചിലതൊക്കെ വീട് വെച്ച് അന്വേഷിച്ച് പോയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡബ്ബൊക്കെ ചെയ്ത് ഇറങ്ങി പോയിട്ടുണ്ട്, അറിഞ്ഞിട്ടില്ല പലതും. ഒത്തിരി പേര് ഇതുപോലൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് ഇവന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഡാൻചേട്ടന്റെ പാദം. കാരണം ഇത്രയും പടമല്ലേ ഇപ്പോഴും നിക്കുന്നില്ലേ, എങ്ങനെയാന്ന് ആർക്കും അറിയില്ല. ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഞാൻ എവിടെയാണ് പിടിച്ചതെന്ന് അറിയാമോ? കൊക്ക ഇങ്ങനെ, ഒരു കൊക്കന്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കൂലേ, പിടിച്ചു നിൽക്കുന്ന വെച്ചാൽ ജസ്റ്റ് വീണം തീർന്ന് അങ്ങനെ പിടിച്ചു നിൽക്കുക.